ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളെല്ലാവരും. മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ എങ്ങനെ വേണം പഠിക്കാൻ, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ലേക്ക് എത്താം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. മലയാളം സെക്കൻഡ് താരതമ്യേന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളിപ്പോൾ ഒരുപാട് സബ്ജക്ട്സ് പരീക്ഷകൾ കഴിഞ്ഞു, പല സബ്ജക്റ്റിലും ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അത്രയൊന്നും പഠിക്കാനില്ലാത്ത താരതമ്യേന എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മലയാളം സെക്കൻഡ്. എന്ന് വെച്ചാൽ വളരെ ഈസി ആണെന്നോ മലയാളം A+ കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല. മറ്റ് സബ്ജക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മലയാളം സെക്കൻഡ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത്. നമുക്കറിയാം 1 വേർഡ് ചോദ്യങ്ങളുണ്ട്, 2 മാർക്ക് ചോദ്യങ്ങളുണ്ട്, അതേപോലെ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ മലയാളത്തിൽ നിന്ന് വരാറുണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പാഠഭാഗങ്ങളും മനസ്സിരുത്തി വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരു കഥയായിക്കോട്ടെ, കവിത എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ കൃത്യമായിട്ടും ആ പാഠഭാഗം മനസ്സിരുത്തി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വായിക്കുക. അങ്ങനെ വായിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് 1 വേർഡ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക. കാരണം നിങ്ങൾ മോഡൽ പരീക്ഷയിലൊക്കെ 1 വേർഡ് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാഠഭാഗത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ലൈൻസോ ഏതെങ്കിലുമൊക്കെ സംഭാഷണത്തിൻ്റെ ഒക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ, അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞാൽ ആര് പറഞ്ഞു, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാഠഭാഗം മനസ്സിരുത്തി വായിക്കുക. ഒരു പാഠഭാഗത്തു നിന്നും ഒരു ഡയലോഗ് കണ്ടാൽ, ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് കൊടുത്തിരിക്കുന്നു, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം ഇത് ഏത് കഥാപാത്രം ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ കഴിയണം എന്നുണ്ടെങ്കിൽ മനസ്സിരുത്തി നമ്മളൊരു കഥ വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ താല്പര്യത്തോട് കൂടിയിട്ട് അതങ്ങ് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. നമുക്ക് ഈസി ആയിട്ട് വായിച്ചു തീർക്കാം. ഒറ്റ ദിവസം പോലും വേണ്ട, നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത എല്ലാ പാഠഭാഗങ്ങളും വായിച്ചാൽ ഇനി ഒന്നിച്ച് വായിച്ച് തീർക്കാൻ വേണ്ട. ഒരു 2 പാഠമോ 3 പാഠമോ റൗണ്ട് വായിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തത് വായിക്കുക. അങ്ങനെ സമയമെടുത്ത് തീർത്താലും മതി. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഓരോ പാഠഭാഗവും കൃത്യമായിട്ടുള്ള ഒരു തീം, ഒന്നിലധികമോ തീമുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നത്. ഇതുപോലെയുള്ള തീമുകൾ എല്ലാ പാഠഭാഗത്തിലും ഉണ്ടാവും. ഒരു തീമായിരിക്കണമെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ തീമുകളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ വരിക. അല്ലാതെ ഒരു പാഠഭാഗത്തിലെ കഥയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഒരുപാടൊന്നും വരാറില്ല. പകരം ആ പാഠഭാഗത്തിലെ കഥാസന്ദർഭങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ കഥയിലൂടെ അല്ലെങ്കിൽ ആ പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയത്തെക്കുറിച്ചിട്ടോ ഒക്കെ ചോദ്യങ്ങൾ വരും. പിന്നെ അപ്പോൾ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പം കുറിപ്പ് തയ്യാറാക്കാനോ പ്രഭാഷണം അല്ലെങ്കിൽ സ്പീച്ചോ അങ്ങനെ എന്തുമാവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ ആദ്യമേ കണ്ടുവയ്ക്കുക, മനസ്സിൽ ആദ്യമേ ഇപ്പോഴേ കണ്ടുവയ്ക്കുക. കാരണം മലയാളം പരീക്ഷയിൽ നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് കാര്യങ്ങൾ ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിലെയും തീം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ തീമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ അതിലേക്ക് എക്സ്ട്രാ നിങ്ങളുടെ ഭാഗത്തു നിന്നും എഴുതാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഒന്ന് കണ്ടെത്തി കണക്ക് കൂട്ടി വെക്കുക. അതിന് പുറമെ പാഠഭാഗത്തിലെ കണ്ടൻറ്റും കൂടി ചേർത്തിട്ട് നമ്മൾ എഴുതുകയും ചെയ്യണം. അത് മറന്നു പോകരുത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്കൊരു പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്തൊക്കെയായിരിക്കും ഈ പാഠഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് എന്തൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പം അതായത് ഈ പാഠഭാഗത്തിൽ ഇന്ന ഒരു സംഭവം കേന്ദ്രീകരിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചേക്കാം, അതിനൊരു സാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ സ്പീച്ച്, പ്രഭാഷണം തയ്യാറാക്കാൻ ഈ പാഠത്തിൽ പ്രഭാഷണം വരാൻ നല്ല സ്കോപ്പുണ്ട്. ഇന്നൊരു പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അല്ലെങ്കിൽ ഒരു കഥ വായിക്കുമ്പോൾ ആ കഥയിൽ ഒരു കഥാപാത്രത്തിൽ വളരെയധികം ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാരക്ടേഴ്സ് കഥാപാത്ര നിരൂപണം വരാൻ സാധ്യത. അങ്ങനെ ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ മൈൻഡിലൊന്ന് കണ്ടെത്തി നോക്കുക. നിങ്ങളതിന് ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യുക. കഴിഞ്ഞൊരു 1, 2 അല്ലെങ്കിൽ 3 വർഷത്തെ പഴയ ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചോദ്യങ്ങൾ വന്ന രീതി ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാഠത്തിനും ഇനി ഏതൊക്കെ ടൈപ്പ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ വരാമെന്നുള്ളത്. ഈ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, A+ എഡ്യൂക്കറോ ഷേണി ബ്ലോഗോ അങ്ങനെയുള്ള ഏതെങ്കിലും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അവിടെ ചെന്ന് നോക്കി ആ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടും. ഓക്കെ, ഈ പാഠത്തുനിന്ന് ഇങ്ങനെ ചില ചോദ്യം വന്നേക്കാം. അത് തന്നെ നിങ്ങൾ ഇമാജിനേഷനിലൂടെ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ആ ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം എഴുതാൻ കഴിയുമോ എന്ന് മനസ്സിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുകയും ചെയ്താൽ ക്ലിയറായിട്ടും നിങ്ങൾക്ക് ഒരു ധാരണ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് കിട്ടുകയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്കറിയാം മലയാളത്തിൽ കുറിപ്പ് തയ്യാറാക്കാൻ കുറിപ്പ് തന്നെ പലതരത്തിലുള്ള കുറിപ്പുകളുണ്ട്. പ്രഭാഷണം, അതായത് സ്പീച്ച് ഉണ്ട്, കഥാപാത്ര നിരൂപണം, ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നിനും എഴുതാൻ അതിൻ്റേതായ രീതികളുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു കത്തോ എന്തോ ആയിക്കോട്ടെ, അതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം.
ഓക്കെ, നമ്മളൊരു സ്പീച്ച് എഴുതുന്ന പോലെയല്ല ഒരു കുറിപ്പ് എഴുതുന്നത്, അതുപോലെയല്ല ഒരു കഥാപാത്രം എഴുതുന്നത്, അതുപോലെയല്ല ഒരു കത്ത് എഴുതുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഒരു ഫോർമാറ്റും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മലയാളത്തിൽ A+ വാങ്ങാം, മലയാളം സെക്കൻഡിന് A+ വാങ്ങാം.